ഡേ ടു ഡേ ഇംഗ്ലീഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാസ് ടു അല്ലെങ്കിൽ ഹാവ് ടു ഉപയോഗിച്ചുള്ളതായ കുറച്ച് സെന്റൻസുകൾ പ്രാക്ടീസ് ചെയ്യാം. കടപ്പാട്, ചുമതല അല്ലെങ്കിൽ കർത്തവ്യബോധം എന്നിവയൊക്കെ കാണിക്കുവാനാണ് നാം സാധാരണ ഹാസ് ടു അല്ലെങ്കിൽ ഹാവ് ടു ഉപയോഗിക്കുന്നത്. അതായത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന് പറയേണ്ടതിന്. ഫോർ എക്സാമ്പിൾ, പോകേണ്ടതുണ്ട്, കാണേണ്ടതുണ്ട്, ചെയ്യേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട് എന്നൊക്കെ നമുക്ക് പറയേണ്ട അവസരങ്ങളില്ലേ? ഇങ്ങനെ പറയേണ്ട സന്ദർഭത്തിൽ നമുക്ക് ഹാസ് ടു അല്ലെങ്കിൽ ഹാവ് ടു ഉപയോഗിച്ചാണ് പറയേണ്ടത്. നമുക്ക് സെന്റൻസുകളോട് മനസ്സിലാക്കാം. എനിക്ക് അവിടെ പോകേണ്ടതുണ്ട്. ഐ ഹാവ് ടു ഗോ ദെയർ. ഐ ഹാവ് ടു ഗോ ദെയർ. അവൻ അവിടെ പോകേണ്ടതുണ്ട്. ഹി ഹാസ് ടു ഗോ ദെയർ. ഹി ഹാസ് ടു ഗോ ദെയർ. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹി, ഷീ, ഇറ്റ് എന്നീ സബ്ജക്റ്റുകൾക്കൊപ്പം ഹാസ് ടു എന്നും മറ്റു സബ്ജക്റ്റുകൾ അതായത് ഐ, യു, ദേ, വി ഇവയുടെ കൂടെ ഹാവ് ടു എന്നുമാണ് ഉപയോഗിക്കേണ്ടത്. നമുക്ക് ഒരുമിച്ച് കുറച്ച് സെന്റൻസുകൾ ഉറക്കെ പറഞ്ഞു പ്രാക്ടീസ് ചെയ്യാം. അവൾക്ക് നാളത്തേക്ക് പ്രൊജക്റ്റ് പൂർത്തിയാക്കേണ്ടതുണ്ട്. അത് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? ഷീ ഹാസ് ടു കംപ്ലീറ്റ് ദ പ്രൊജക്ട് ബൈ ടുമോറോ. ഷീ ഹാസ് ടു കംപ്ലീറ്റ് ദ പ്രൊജക്ട് ബൈ ടുമോറോ. നമുക്ക് അടുത്ത ആഴ്ച കോൺഫറൻസിൽ പങ്കെടുക്കേണ്ടതുണ്ട്. വി ഹാവ് ടു അറ്റൻഡ് ദ കോൺഫറൻസ് നെക്സ്റ്റ് വീക്ക്. വി ഹാവ് ടു അറ്റൻഡ് ദ കോൺഫറൻസ് നെക്സ്റ്റ് വീക്ക്. സമയപരിധിക്ക് മുമ്പ് അവൻ അവന്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഹി ഹാസ് ടു സബ്മിറ്റ് ഹിസ് ആപ്ലിക്കേഷൻ ബിഫോർ ദ ഡെഡ് ലൈൻ. ഹി ഹാസ് ടു സബ്മിറ്റ് ഹിസ് ആപ്ലിക്കേഷൻ ബിഫോർ ദ ഡെഡ് ലൈൻ. അവർക്ക് മത്സരത്തിന്റെ നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. They have to follow the rules of the competition. They have to follow the rules of the competition. പുറത്തു പോകുന്നതിന് മുമ്പ് എനിക്ക് എന്റെ ജോലി പൂർത്തിയാക്കണം. I have to finish my work before going out. I have to finish my work before going out. ടീം ഇംപ്രൂവ് ആകുവാൻ പതിവായി പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. The team has to practice regularly to improve. The team has to practice regularly to improve. ബിരുദം നേടുന്നതിന് വിദ്യാർത്ഥികൾ പരീക്ഷയിൽ വിജയിക്കണം. Students have to pass the exam to graduate. Students have to pass the exam to graduate. വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ നമുക്ക് പലചരക്ക് സാധനങ്ങൾ വാങ്ങണം. We have to buy groceries on the way home. We have to buy groceries on the way home. മീറ്റിംഗിനായി അവൻ ഒരു പ്രസന്റേഷൻ തയ്യാറാക്കണം. He has to prepare a presentation for the meeting. He has to prepare a presentation for the meeting. ഞങ്ങൾക്ക് ഈ കാര്യം ചർച്ച ചെയ്യേണ്ടതുണ്ട്. We have to discuss this matter. We have to discuss this matter. നമുക്ക് നേരത്തെ പോകണം. We have to leave early. We have to leave early. അവർക്ക് അവരുടെ മുറി വൃത്തിയാക്കേണ്ടതുണ്ട്. They have to clean their room. They have to clean their room. എനിക്ക് എന്റെ ഹോംവർക്ക് പൂർത്തിയാക്കണം. I have to finish my homework. I have to finish my homework. ഞങ്ങൾക്ക് അത്താഴം പാകം ചെയ്യണം. We have to cook dinner. We have to cook dinner. ജോണിന് തന്റെ സഹോദരിയെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരണം. John has to pick up his sister from school. John has to pick up his sister from school. എനിക്ക് പോകണം. I have to go. I have to go. അവർ പോകണം. They have to leave. They have to leave. നമുക്ക് വേഗം പോകണം. We have to hurry. We have to hurry. അവൾ പഠിക്കണം. She has to study. She has to study. അവൻ ജോലി ചെയ്യണം. He has to work. He has to work. നിങ്ങൾ കേൾക്കണം. You have to listen. You have to listen. അവർ കഴിക്കണം. They have to eat. They have to eat. നമ്മൾ വൃത്തിയാക്കണം. We have to clean. We have to clean. എനിക്ക് ഉറങ്ങണം. I have to sleep. I have to sleep. അവൻ ഓടണം. He has to run. He has to run. അവർ കാത്തിരിക്കണം.
They have to wait. They have to wait. അവൾ പാചകം ചെയ്യണം. She has to cook. She has to cook. നമ്മൾ സഹായിക്കണം. We have to help. We have to help. എനിക്ക് സംസാരിക്കണം. I have to talk. I have to talk. അവൻ ഡ്രൈവ് ചെയ്യണം. He has to drive. He has to drive. നിങ്ങൾ നിർത്തണം. You have to stop. You have to stop. അവർ പോകണം. They have to go. They have to go. നമ്മൾ വാങ്ങണം. We have to buy. We have to buy. എനിക്ക് ജോലി ചെയ്യണം. I have to work. I have to work. അവൾ വിശ്രമിക്കണം. She has to rest. She has to rest. അവർ തീരുമാനിക്കണം. They have to decide. They have to decide. അവൻ വൃത്തിയാക്കണം. He has to clean. He has to clean. ഞങ്ങൾ പൂർത്തിയാക്കണം. We have to finish. We have to finish. എനിക്ക് വിളിക്കണം. I have to call. I have to call. അവൾ വായിക്കണം. She has to read. She has to read. നിങ്ങൾ കേൾക്കണം. You have to listen. You have to listen. അവർ മനസ്സിലാക്കണം. They have to understand. They have to understand. നമ്മൾ പരിശീലിക്കണം. We have to practice. We have to practice. അവൻ വ്യായാമം ചെയ്യണം. He has to exercise. He has to exercise. എനിക്ക് പഠിക്കണം. I have to learn. I have to learn. എനിക്ക് പോകണമായിരുന്നു. I had to go. I had to go. അവൾക്ക് പോകണമായിരുന്നു. She had to go. She had to go. അവൻ ഓടണമായിരുന്നു. He had to run. He had to run. ഞങ്ങൾക്ക് കാത്തിരിക്കണമായിരുന്നു. We had to wait. We had to wait. അവർക്ക് പോകണമായിരുന്നു. They had to go. They had to go. അവൻ കഴിക്കേണ്ടി വന്നു. He had to eat. He had to eat. എനിക്ക് ഉറങ്ങണമായിരുന്നു. I had to sleep. I had to sleep. അവന് നിർത്തേണ്ടി വന്നു. He had to stop. He had to stop. അവൾക്ക് വരണമായിരുന്നു. She had to come. She had to come. ഞങ്ങൾക്ക് പോകേണ്ടി വന്നു. We had to leave. We had to leave. ഞങ്ങൾക്ക് വിശ്രമിക്കണമായിരുന്നു. We had to rest. We had to rest. എനിക്ക് ഡ്രൈവ് ചെയ്യണമായിരുന്നു. I had to drive. I had to drive. അവൾക്ക് പൂർത്തിയാക്കണമായിരുന്നു. She had to finish. She had to finish. അവന് സഹായിക്കേണ്ടി വന്നു. He had to help. He had to help. അവൾക്കത് എടുക്കേണ്ടി വന്നു. She had to take it. She had to take it. അവർക്ക് പഠിക്കണമായിരുന്നു. They had to study. They had to study. എനിക്ക് പഠിക്കണമായിരുന്നു. I had to study. I had to study. നിങ്ങൾക്ക് വായിക്കേണ്ടി വന്നു. You had to read. You had to read. അയാൾക്ക് സംസാരിക്കണമായിരുന്നു. He had to talk. He had to talk. അവൾക്ക് പാചകം ചെയ്യണമായിരുന്നു. She had to cook. She had to cook. ഞങ്ങൾക്ക് വേഗം പോകണമായിരുന്നു. We had to hurry. We had to hurry. അവർക്ക് വിളിക്കേണ്ടി വന്നു. They had to call. They had to call. എനിക്ക് പറയണമായിരുന്നു. I had to say. I had to say.
നിങ്ങൾക്ക് പറയേണ്ടി വന്നു. യു ഹാഡ് ടു സേ. യു ഹാഡ് ടു സേ. അവന് പ്രാക്ടീസ് ചെയ്യണമായിരുന്നു. ഹി ഹാഡ് ടു പ്രാക്ടീസ്. ഹി ഹാഡ് ടു പ്രാക്ടീസ്. അവൾക്ക് വിശദീകരിക്കേണ്ടി വന്നു. ഷീ ഹാഡ് ടു എക്സ്പ്ലെയിൻ. ഷീ ഹാഡ് ടു എക്സ്പ്ലെയിൻ. അവർക്ക് പണം അടയ്ക്കേണ്ടി വന്നു. ദേ ഹാഡ് ടു പേ. ദേ ഹാഡ് ടു പേ. എനിക്ക് തയ്യാറാക്കേണ്ടി വന്നു. ഐ ഹാഡ് ടു പ്രിപ്പയർ. ഐ ഹാഡ് ടു പ്രിപ്പയർ. വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഓർ കമന്റ് ചെയ്ത് എന്നെ അറിയിക്കുമല്ലോ. സബ്സ്ക്രൈബ് ഇതുവരെയും ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ചെയ്ത് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമുക്ക് കാണാം കൂടുതൽ സെന്റൻസുകളുമായി അടുത്ത വീഡിയോയിൽ.